നമസ്കാരം പ്രിയമുള്ളവരെ. കഴിഞ്ഞ 12 വർഷക്കാലമായി ഇന്ത്യയിലെ BJP സൈബർ സെല്ലുകളും BJP അനുകൂല മാധ്യമങ്ങൾ എന്ന് പറയുവാൻ കാരണമുണ്ട്. ഇന്ത്യയിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇപ്പോൾ BJPയുമായി ആത്മബന്ധം പുലർത്തുന്ന മുതലാളിമാരുടെ കയ്യിലാണ്. അവരുമൊക്കെ ഇന്ത്യയിലെ ജനങ്ങളെ വിശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു കളവുണ്ട്. അത് രാഹുൽ ഗാന്ധി പപ്പുവാണ്, അദ്ദേഹത്തെ കൊണ്ട് കഴിവൊന്നുമില്ല, പക്വതയില്ലാത്ത ആളാണ് എന്നൊക്കെയാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ പൊതുസമൂഹം കഴിഞ്ഞ 12 വർഷം അത് വിശ്വസിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കാൻ കഴിയുന്ന, ജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്ന, ജനങ്ങൾക്ക് പ്രാപ്തനായ രാഹുൽ ഗാന്ധിയെ മണ്ടനെന്നും പപ്പു എന്നും വിഡ്ഢി എന്നും കഴിവില്ലാത്ത ആളെന്നും പക്വതയില്ലാത്ത ആളെന്നും ഒക്കെ വരുത്തി തീർക്കുവാൻ ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് ഒപ്പം BJPയുടെ സൈബർ ഇടങ്ങൾക്ക് കഴിഞ്ഞിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ 2026 ആകുമ്പോൾ അതിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന നിഗമനം ഇന്ത്യയിലെ പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഇന്ത്യയിലെ ജൻസികൾക്കിടയിൽ, അതായത് യുവാക്കൾക്കിടയിൽ രാഹുൽ ഗാന്ധി ഒരു തരംഗമായി മാറുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിന് ഏറ്റവും ആധികാരികമായി അവർ ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിൻ്റെ ഒരു വിഷയമാണ്. അതിൽ 2026 മെറ്റ ഈ ഫേക്കായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനെ, നമുക്കറിയാം ഇൻസ്റ്റാഗ്രാമിൽ ഈ ഫോളോവേഴ്സിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ആളുകളുണ്ട്. പൈസ കൊടുത്താൽ അവർ നമുക്ക് ഫോളോവേഴ്സിനെ തരും. അങ്ങനെയുള്ള ഫോളോവേഴ്സിനെയൊക്കെ 2026 മെറ്റ റിമൂവ് ചെയ്തു. അങ്ങനെ റിമൂവ് ചെയ്യപ്പെട്ട ഈ ഫോളോവേഴ്സിൽ ഒരാൾ ഈ നരേന്ദ്രമോദിയാണ്. അതായത് നരേന്ദ്രമോദിയുടെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ നഷ്ടമായി. ഇന്ത്യയിലെയും കേരളത്തിലെയും ഒക്കെ സെലിബ്രിറ്റികളുടെയൊക്കെ ഒരുപാട് ഫോളോവേഴ്സിനെ അങ്ങനെ നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നരേന്ദ്രമോദിയുടെ ഫോളോവേഴ്സൊക്കെയും കുറച്ചധികം അത് വ്യാജമായിരുന്നു, അത് ഏജൻസികളെ കൊണ്ട് ചെയ്യിച്ചതാണ്, അതായത് PR ഏജൻസികളെ കൊണ്ട് ചെയ്യിച്ചതാണെന്ന് വ്യക്തമാകുകയായിരുന്നു. രാഹുൽ ഗാന്ധിയുടേത് ജെനുവിനായിട്ടുള്ള ഫോളോവേഴ്സാണ്, അങ്ങനെ നീക്കം ചെയ്യപ്പെട്ടിട്ടില്ല എന്ന ചില റിപ്പോർട്ടുകളും മാധ്യമങ്ങളൊക്കെ ചർച്ചയ്ക്ക് വെച്ചിട്ടുള്ളതാണ്. മറ്റൊന്ന് എൻഗേജ് ആണ്. നമുക്കറിയാവുന്ന പോലെ ഇൻസ്റ്റഗ്രാമിൽ റിയൽ ആയിട്ടുള്ള ഫോളോവേഴ്സ് ആണെങ്കിൽ ഇടുന്ന വീഡിയോകൾ കാണും, അവരുടെ വീഡിയോകൾക്ക് കമൻ്റ് ഇടും, ലൈക്ക് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത് മോഡിയുടെക്കാളും 2-3 ഇരട്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഇൻസ്റ്റഗ്രാം പേജുകൾക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷെ മോഡിക്ക് രാഹുൽ ഗാന്ധിയെക്കാളും ഫോളോവേഴ്സ് 2-3 ഇരട്ടി ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അത്ര എൻഗേജ്മെൻ്റ് അല്ല. അതായത് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ഷെയർ ചെയ്യുന്ന പോലെ ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അതായത് ജെനുവിൻ ഫോളോവേഴ്സ് രാഹുൽ ഗാന്ധിക്കാണ് എന്ന് മാധ്യമങ്ങൾ ഈ രണ്ടുപേരുടെയും ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്തു വെച്ച് അവലോകനം ചെയ്തുകൊണ്ട് പറയുന്നു. അതായത് ഈ ജൻസികൾ കൂടുതലും പുതുതലമുറ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത് യുവജനങ്ങൾക്കിടയിൽ, ജൻസികൾക്കിടയിൽ രാഹുൽ ഗാന്ധി മോഡിയേക്കാൾ കേമനാണ് എന്ന ഒരു തോന്നലുണ്ട്. അതുകൊണ്ടാണ് അവർ രാഹുൽ ഗാന്ധിയെ ഫോളോ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പേജുകൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ് എന്ന ഒരു റിപ്പോർട്ടാണ് മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് വയ്ക്കുന്നത്. മറ്റൊന്ന്, മൂഡ് ഓഫ് നേഷൻസ് പുറത്തുവിട്ട ഒരു സർവേയാണ്. ആ സർവേയിൽ 51% പേരും രാഹുൽ ഗാന്ധി വളരെ മികച്ച പ്രതിപക്ഷ നേതാവാണ് എന്ന് അഭിപ്രായപ്പെടുന്നു. വളരെ അധികം ശതമാനം, അതായത് ഏകദേശം 60%-ലധികം ആളുകളും മോഡിക്ക് ശേഷം അടുത്ത പ്രധാനമന്ത്രിയാകുവാൻ യോജിച്ച ആൾ രാഹുൽ ഗാന്ധി ആണ് എന്ന് കരുതുന്നു. അദ്ദേഹത്തിന് ശ്രേഷ്ഠതയായി ജനങ്ങൾ കാണുന്നത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള കഴിവാണ്. സ്ക്രിപ്റ്റഡ് അല്ല രാഹുൽ ഗാന്ധിയുടെ പ്രഭാഷണങ്ങൾ. അതായത് ഒരു വേദിയിലെത്തുന്നു, അവിടെ നിന്നുണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് തോന്നിയതുപോലെ, അതായത് അദ്ദേഹം അറിയാവുന്ന മറുപടി കൊടുക്കുന്നു. മോഡിയുടേതുപോലെ സ്ക്രിപ്റ്റഡ് അല്ല. മോഡി മിക്കപ്പോഴും ഈ സ്റ്റേജിൽ നിന്ന് ചോദിക്കാനുള്ള ആളുകളുടെ നിന്നൊക്കെ ചോദ്യം നേരത്തെ എഴുതി വാങ്ങിക്കും, പിന്നെ അദ്ദേഹം അതിനനുസരിച്ച് മറുപടി പറയുകയാണ് എന്ന ഒരു മാധ്യമ നിഗമനങ്ങളുമൊക്കെ ഉണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ സ്ക്രിപ്റ്റഡ് അല്ല. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വളരെ വ്യക്തമായി തന്നെ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ കഴിയുന്നു എന്നതാണ്. മറ്റൊന്ന്, അദ്ദേഹം പ്രശ്നങ്ങൾക്കും ഒക്കെ തെളിവുകൾ നിരത്തി സംവദിക്കുവാൻ കഴിയുന്നു എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഈ വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറന്നു എന്ന അദ്ദേഹത്തിൻ്റെ ഒരു മുദ്രാവാക്യം, BJPയുടെ വിദ്വേഷ രാഷ്ട്രത്തിനെതിരെ നടത്തിയ ഒരു മുദ്രാവാക്യം, അത് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന ഒരു മാധ്യമ വിശകലനങ്ങളും വരുന്നുണ്ട്. ധ്രുവീകരണത്തിൻ്റെ സമയത്ത്, ഇന്ത്യയിൽ ഈ മത ധ്രുവീകരണത്തിൻ്റെയും ഭാഷാപരമായ ധ്രുവീകരണത്തിൻ്റെയും സമയത്ത്, പ്രത്യേകിച്ച് ഈ BJP ഒരു ഹിന്ദുത്വം അടിച്ചേൽപ്പിക്കാനും ഒപ്പം ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഈ വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട എന്ന ആ പ്രഖ്യാപനം, അതും ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന നിഗമനങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. അതൊന്നും 1-2 വർഷങ്ങൾ കൊണ്ട് സംഭവിച്ച മാറ്റങ്ങളല്ല. നിരന്തരം രാഹുൽ ഗാന്ധി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന്, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ യാത്രയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്.
അത് കോൺഗ്രസിൻ്റെ സീറ്റുകൾ ഇരട്ടിയോളം ആക്കുന്നതിന് പാർലമെൻറ്റിൽ സഹായിച്ചിട്ടുണ്ട്. നേരത്തെ 45 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന 2019 45 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന കോൺഗ്രസിന് 2024 വരുമ്പോൾ ഏകദേശം 100 സീറ്റുകളിലേക്ക് വരുന്നത് രാഹുൽ ഗാന്ധിയുടെ ഇത്തരം ഇടപെടലുകൾ കൊണ്ടാണ് എന്ന ഒരു നിഗമനം പുറത്തു വരുന്നുണ്ട്. അതിനുശേഷം 2024 രാഹുൽ ഗാന്ധി ഇത്തരം ഇടപെടലുകൾ കൊണ്ട് തൻ്റെ ഒരു ഗ്രാഫ് ഉയർത്തുന്നു എന്ന നിഗമനങ്ങൾ തന്നെയാണ് പുറത്തുവിടുന്നത്. മറ്റൊന്ന്, ഈ പാർലമെൻറ്റ് അംഗത്വം എടുത്തു കളഞ്ഞതും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഒക്കെ അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു ഗ്രാഫ് ഉയർത്തുന്നതിന് സഹായകമായിട്ടുണ്ട് എന്ന നിഗമനങ്ങളും പുറത്തു വരികയാണ്. ഇനി ഏറ്റവും അവസാനമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം, ഇന്ന് അമിത്ഷാ കേന്ദ്ര ആഭ്യന്തര മന്ത്രി ലോക്സഭയിലെത്തും. അദ്ദേഹം ഈ ജൻസികൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് ലോക്സഭയിൽ സംസാരിക്കും എന്ന രീതിയിൽ മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ പ്രതിപക്ഷം അദ്ദേഹം ഈ അവസാന നിമിഷം ലോക്സഭയിൽ വന്ന് ഇത്തരം ഒരു ചർച്ച നടത്തി പോകണ്ട എന്ന് പറയുകയാണ്. അതിന് കാരണമായി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, നേരത്തെ മണിപ്പൂരിൽ ഈ കലാപങ്ങൾ ഉണ്ടായപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ വന്ന് ആ കലാപങ്ങൾക്ക് ഉത്തരം പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പക്ഷേ നരേന്ദ്രമോദി വന്നത് ലോക്സഭ അവസാനിക്കുന്ന ആ ദിവസം അവസാന നിമിഷം വന്ന് മണിപ്പൂരിനെക്കുറിച്ച് കുറേ എക്സ്പ്ലനേഷനൊക്കെ നൽകി മണിപ്പൂരിനെക്കുറിച്ച് പുകഴ്ത്തി അവസാന ഒരു വാക്കിൽ മാത്രം കലാപത്തെക്കുറിച്ച് പറഞ്ഞുപോയി. ഇപ്പോൾ അമിത്ഷായും ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്. കാരണം ഇന്ന് പാർലമെൻറ്റ് സമ്മേളനം തീരുകയാണ്. പാർലമെൻറ്റ് സമ്മേളനം അവസാനിക്കുന്ന മണിക്കൂറുകളിൽ നിമിഷങ്ങളിൽ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. പിന്നെ ആർക്കും ചോദ്യം ചോദിക്കുന്നതിനോ അതിന് ഉത്തരം പറയുന്നതിനോ ഒന്നും അവസരമില്ല. കാരണം അവസാന ദിവസമാണ്, പിന്നെ പാർലമെൻറ്റ് കൂടുകയുമില്ല. അങ്ങനെ ഒരു കാര്യമാണ് അമിത്ഷാ ഉദ്ദേശിക്കുന്നത് എന്ന രീതിയിലാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഒരു പരാമർശം ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് വളരെ കൃത്യമായി അദ്ദേഹം BJPയുടെ തന്ത്രങ്ങളെ മനസ്സിലാക്കുന്നു. അവസാന നിമിഷം, പാർലമെൻറ്റ് അവസാനിക്കുന്ന നിമിഷം വന്ന് ഈ ജൻസികൾക്കെതിരെ നടന്ന പോലീസ് അതിക്രമണത്തെക്കുറിച്ച് 1-2 വാക്കുകൾ പറയും. അപ്പോൾ പാർലമെൻറ്റ് അവസാനിക്കാൻ സമയമാവും. പിന്നെ ദിവസങ്ങളില്ല, നാളെയും മറ്റന്നാളും ഒന്നും പാർലമെൻറ്റില്ല. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള അമിത്ഷായുടെ നീക്കങ്ങൾക്ക് പ്രതിപക്ഷം തടയിടുന്നു, രാഹുൽ ഗാന്ധി തടയിടുന്നു എന്ന ചില സൂചനകളും ഇന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് വളരെ കൃത്യമായിട്ട് BJPയുടെ തന്ത്രങ്ങളെ ചെക്ക് ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു പ്രാപ്തി രാഹുലിൽ ഉണ്ടായിട്ടുണ്ട് എന്ന നിഗമനങ്ങൾ തന്നെയാണ് മാധ്യമങ്ങളിൽ നിന്ന് ഒക്കെ വ്യക്തമാകുന്നത്. ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ ദേശീയ മാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. പ്രത്യേകിച്ചും ജൻസികൾ, ഇൻസ്റ്റഗ്രാമും മറ്റും യൂസ് ചെയ്യുന്ന ജൻസികൾ രാഹുൽ ഗാന്ധിയെ വളരെ കൃത്യമായി തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അവർക്ക് രാഹുൽ ഗാന്ധിയുമായി സംവദിക്കുവാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് ജീവിതത്തിൻ്റെ വ്യത്യസ്ത തുറകളിലുള്ള ആളുകളുമായിട്ട് സംവദിക്കുവാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം ലോറി ഡ്രൈവർമാരുമായിട്ടും ഓട്ടോ ഡ്രൈവർമാർക്കുമായിട്ടും തെരുവിൽ ജോലി ചെയ്യുന്ന ഈ ഓട വൃത്തിയാക്കുന്ന ആളുകളുമായിട്ടൊക്കെ ഇറങ്ങിച്ചെന്ന് അവരുമായിട്ട് സംവദിക്കുവാനും അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും കഴിയുന്നുണ്ട് എന്ന ഒരു നിഗമനം ഉത്തരേന്ത്യയിലെ ജനങ്ങൾക്കിടയിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ത്യയിലെ രാഷ്ട്രീയ മാറ്റത്തിന് കാരണമാകും എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് വരുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി തൻ്റെ ഗ്രാഫ് ഉയർത്തുന്നത് BJPയെ സംബന്ധിച്ച് നോർത്ത് ഇന്ത്യയിൽ അങ്കലാപ്പിന് വഴി തുറക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.